നമസ്കാരം. പ്രധാന വാർത്തകൾ. നമ്പ്യാർക്കാൽ അണക്കെട്ടിലെ സാധന സാമഗ്രികൾ ലേലം ചെയ്യുന്ന നടപടിക്കെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. നവംബർ 15-16 തീയതികളിലായി പിലിക്കോട് നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ ശാസ്ത്രമേളക്കായി മീഡിയ സെന്റർ തുറന്നു. ഉദുമ ഏരിയ ടിപ്പർ ആൻഡ് എർത്ത് മൂവേഴ്സ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ 12 മുതൽ അനിശ്ചിതകാല സമരം. റെപ്കോ പ്രതിസന്ധിയിലാണെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ചെയർമാൻ VN വാസവൻ. രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായ സംരംഭമാക്കി റെപ്കോയെ മാറ്റുമെന്നും ചെയർമാൻ. വാർത്തകൾ വിശദമായി. വയലുകളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ നമ്പ്യാർക്കാൽ അണക്കെട്ടിൽ ആരംഭിച്ചിരുന്ന നിർമ്മാണ പ്രവർത്തികൾ നിലച്ചതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും കർഷകരും രംഗത്തെത്തി. ഈ പ്രദേശത്ത് വർഷങ്ങളായി താമസിച്ചു വരുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾ ഇതിന്റെ വരും വരായികൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇത് നിങ്ങൾ ഈ വേനൽക്കാലത്തിന് മുമ്പ് പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ അതിന് വരാനിരിക്കുന്ന 6 വർഷക്കാലം ഇതിന്റെ ദുരിതം അനുഭവിക്കേണ്ട ഈ പ്രദേശ ജനങ്ങളായിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ പണി പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഷട്ടർ കഴിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളത് പണി തുടങ്ങുന്ന വേളയിൽ തന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾ അവർ ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധിക്കും. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന വാക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതല്ല, ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഒരുപാട് അനുഭവ സമ്പത്ത് ഞങ്ങൾക്ക് ഉണ്ട്. അപ്പൊ ഞങ്ങള് നാട്ടിലത്തെ പ്രായമില്ലവരെ പോലുള്ള ആളുകളുടെ അനുഭവ സമ്പത്തിനേക്കാളും കൂടുതൽ അനുഭവ സമ്പത്ത് ഉണ്ട് എന്ന് പറഞ്ഞ ആളാണ് ഏറ്റവും അവസാനം ഈ വഴിയിലേക്ക് എത്തിച്ചു വെച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ആകെ ദുരിതം എത്തിക്കുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. ഞങ്ങൾ ഈ പലക പെട്ടെന്നിട്ട് മണ്ണിട്ട് കൊണ്ട് പലകേണ്ടത് പ്രയോജനമില്ല. പലകയുടെ ആദ്യം വെള്ളം വരുന്നത്. നമ്പ്യാർക്കാൽ അണക്കെട്ടിന്റെ പഴയ സാധനങ്ങൾ ലേലം ചെയ്തു വിൽക്കാനുള്ള ഇറിഗേഷൻ വകുപ്പ് അധികൃതരുടെ നീക്കം പാടശേഖര സമിതികളുടെ നേതൃത്വത്തിൽ നാട്ടുകാരും കർഷകരും തടഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് ലേല നടപടികൾക്കായി എത്തിയിരുന്ന ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C രാധാകൃഷ്ണൻ നായർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ദിലീപ്, ഓവർസിയർ സുരേഷ്, ഹെഡ് ക്ലർക്ക് ധനഞ്ജയൻ എന്നിവരടങ്ങുന്ന സംഘത്തിന് ലേല നടപടികൾ നടത്താനാവാതെ മടങ്ങിപ്പോവേണ്ടി വന്നു. ഉദ്യോഗസ്ഥരെത്തുന്ന വിവരമറിഞ്ഞ് രാവിലെ തന്നെ പുതുക്കൈ, മോനാച്ച, മധുരങ്കൈ, പനങ്കാവ്, അരയി തുടങ്ങിയ കേന്ദ്രങ്ങളിലെ പാടശേഖര സമിതികളുടെ നേതൃത്വത്തിൽ കർഷകർ നമ്പ്യാർക്കാൽ അണക്കെട്ട് പരിസരത്തെത്തിയിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നൊരടി, സ്ഥിരം സമിതി ചെയർമാൻമാരായ L സുലൈഖ, P ശോഭ, കൗൺസിലർമാരായ K രവീന്ദ്രൻ പുതുക്കൈ, അനിൽ വാഴുന്നൊരടി, K അമ്പൂഞ്ഞി, സുശാന്ത് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ഉപ്പുവെള്ളം കയറുന്നത് തടയാനുള്ള നമ്പ്യാർക്കാൽ അണക്കെട്ടിലെ നിർമ്മാണ പ്രവൃത്തികൾ 5 ദിവസത്തിനകം ആരംഭിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരക്കാർ പിന്മാറിയത്. ഇന്ന് നടക്കാനിരുന്ന ലേല നടപടികൾ താൽക്കാലികമായി മാറ്റിവെച്ചു. നവംബർ 15-16 തീയതികളിലായി പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര IT മേളയ്ക്കായി മീഡിയ സെന്റർ തുറന്നു. ചലച്ചിത്ര പിന്നണി ഗായകൻ അരുൺ എളാട്ട് ഉദ്ഘാടനം ചെയ്തു. വേറെ കുറച്ച് സ്കൂളിലെ ആൾക്കാർ നമ്മൾ ചെയ്ത വർക്കുകൾ അല്ലെങ്കിൽ അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സംതൃപ്തി നിറഞ്ഞ ഭയങ്കര വലുതന്നെയാണ്. അപ്പം എന്താ പറയാ, പ്രൈസ് എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഐഡിയാസ്, അതായത് ഇപ്പം വളരെ ചെറുതെന്ന് തോന്നിപ്പിക്കുമെങ്കിലും നമുക്ക് ഭാവിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും, ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങളും, അങ്ങനെയുള്ള പുതിയ പുതിയ ആശയങ്ങളായിരിക്കണം നിങ്ങൾ കൊണ്ടുപോകുന്ന പ്രൊഡക്ട്സ് എന്ന് എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. അപ്പൊ അതിനിപ്പോ പ്രൈസ് കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് 2 പേരെങ്കിലും നല്ലത് പറയുന്നുണ്ടെങ്കിൽ അത് തരുന്ന സംതൃപ്തി വളരെ വലുതാണ്. അപ്പൊ കൂടുതൽ എനിക്ക് കണ്ണിലുടലും കുറുമ്പുവാൻ ആടാൻ പാടാൻ കുഞ്ചി കൂട്ടുവാൻ
ഗ്രാമപഞ്ചായത്ത് അംഗം KP നാരായണൻ അധ്യക്ഷത വഹിച്ചു. PC ചന്ദ്രമോഹൻ, M പ്രസന്നകുമാരി, ബാലചന്ദ്രൻ എരവിൽ, വിനയൻ പിലിക്കോട് എന്നിവർ സംസാരിച്ചു. മുകുന്ദൻ ആലപ്പടമ്പൻ സ്വാഗതവും K മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. ഉദുമ ഏരിയ ടിപ്പർ ആൻഡ് എർത്ത് മൂവേഴ്സ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ 12 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമരം നടത്തുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്വത്തിനും നമുക്കും സംരക്ഷണം തരേണ്ട ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ നമ്മളെ വളരെയധികം പീഡിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു വണ്ടി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ഭീമമായ ഒരു തുക, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭീമമായ തുകയാണ് ആ വണ്ടിക്ക് പിഴ ഈടാക്കുന്നത്. അങ്ങനെ വണ്ടിക്ക് പിഴ ഈടാക്കുന്ന സമയത്ത് സ്വന്തം വീട്ടിൽ നിന്ന് ഭാര്യയുടെയോ സഹോദരങ്ങളുടെയോ താലി ചെയിൻ വരെ കൊണ്ടുപോയി ബ്ലേഡിന് പൈസ എടുത്തുകൊണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ആ ലോൺ പിഴ അടക്കുന്നത്. അതുപോലെ ലോൺ അടക്കുന്നതും പലിശക്കൊക്കെ പണമെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ലോൺ അടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വന്നിട്ടുള്ളത്. ഇതിനൊക്കെ കാരണം എന്ന് വെച്ചാൽ റോഡിലേക്ക് വണ്ടി ഇറക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാർ, പോലീസായാലും റവന്യൂ അധികാരികളായാലും ഇതൊരു മോശം പ്രവൃത്തി എന്ന രീതിയിൽ ആണ് അവർ കാണുന്നത്. 5 സെൻറ്റ് 10 സെൻറ്റ് ഒക്കെ നീക്കം ചെയ്യുമ്പോഴും തറ നികത്തുമ്പോഴൊക്കെ ഇവർ ഈ സാധാരണക്കാരൻ്റെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കാതെ വൻകിടക്കാർക്ക് മാത്രം ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും പെർമിഷൻ നൽകിക്കൊണ്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇതിനെതിരെ നമുക്ക് എല്ലാ വിധത്തിലുള്ള പെർമിഷൻ നൽകാൻ വേണ്ടിയിട്ടും നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു നടപടി ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് ഉദുമ ഏരിയ ടിപ്പർ എർത്ത് മൂവേഴ്സ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്ക് സമരം പ്രഖ്യാപിക്കുകയാണ്. രാവിലെ 8 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെയും ടിപ്പർ ലോറികൾ റോഡിലിറങ്ങാൻ പാടില്ല എന്ന സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ തിരുത്തുക, ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തുമ്പോൾ ഒരു കാരണവുമില്ലാതെ 1000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴ ഈടാക്കുന്ന തെറ്റായ നടപടികൾ അവസാനിപ്പിക്കുക, ഒരു വാഹനം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ 2 മാസത്തിലേറെ കാലം പ്രശ്നം പരിഹരിക്കാതെ ഉദ്യോഗസ്ഥർ ഉടമസ്ഥനെ നട്ടം തിരിക്കുന്ന നടപടി നിർത്തലാക്കുക, പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ ഒരു സുരക്ഷയുമില്ലാതെ സാമൂഹ്യ വിരുദ്ധർക്ക് കേടുപാടുകൾ ഉണ്ടാക്കാൻ പറ്റത്തക്ക വിധം താലൂക്ക് ഓഫീസ് വളപ്പിലും റോഡരികിലും ഉപേക്ഷിക്കുന്നത് അവസാനിപ്പിക്കുക, ഈ കാലയളവിനുള്ളിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ ഗവൺമെൻറ് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഉടമസ്ഥന് നഷ്ടപരിഹാരം ലഭ്യമാക്കുക, ചരക്ക് നീക്കത്തിന് വൻകിടക്കാർ മാത്രം പെർമിറ്റ് അനുവദിക്കുന്ന ഉദ്യോഗസ്ഥ നയങ്ങൾ തിരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അനിശ്ചിതകാലം സമരം നടത്തുന്നത്. പ്രസിഡന്റ് T രാജൻ മധുരമ്പാടി, സെക്രട്ടറി VV സന്തോഷ് മധുരമ്പാടി, ട്രഷറർ ശശിധരൻ ഹരിശ്രീ, ജോയിന്റ് സെക്രട്ടറി പവിത്രൻ പുല്ലൂർ, വൈസ് പ്രസിഡന്റ് ശശി തോക്കനാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിൽ നെഹ്റു യുവകേന്ദ്ര സംഘടിപ്പിക്കുന്ന സദ്ഭാവന ജില്ലാതല യുവജന കൺവെൻഷനും ജില്ലാതല യൂത്ത് അവാർഡ് വിതരണവും ബുധനാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. എന്നെ നെല്ലിക്കുന്നു MLA ഉദ്ഘാടനം ചെയ്യും. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി അടക്കുന്നതിൽ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്ക് ഡിസംബർ 31-നകം തുക അടച്ചു തീർക്കാനുള്ള സമയം അനുവദിച്ചതായി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ഇനിയൊരു ഇടവേള. വസ്ത്രവിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാട് പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റുമുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ് ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം. വാർത്തകൾ തുടരുന്നു. റെപ്കോ പ്രതിസന്ധികളെ നേരിടുകയാണെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ചെയർമാൻ BN വാസവൻ. രാജ്യത്തെ ഏറ്റവും വലിയ വ്യാവസായിക സംരംഭമായി റെപ്കോ സമീപ നാളുകളിൽ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റിന്റെ പണം ലഭിക്കാതെ വന്നപ്പോൾ സ്വാഭാവികമായി കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും മറ്റ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുക്കുകയും നിക്ഷേപം സ്വീകരിക്കുകയും അതിലെല്ലാ സഹകരണ മേഖലയിലെ വ്യവസായ സഹകരണ സംഘങ്ങളും ചെയ്തിട്ടുള്ള പ്രക്രിയ തന്നെയാണ് റെപ്കോയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അത്തരം പ്രയാസങ്ങളുടെ നടുവിൽ നിൽക്കുന്നു എന്ന രൂപത്തിലുള്ള വലിയ പ്രചരണങ്ങൾ വന്നെങ്കിലും
അതെല്ലാം രാഷ്ട്രീയമായ ഒരു പരിധിവരെയുള്ള പ്രചരണ രൂപം കൂടി അതിലുണ്ട്. റബ്കോയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോഴും വിപണിയിലും അതുപോലെ തന്നെ അന്തർദേശീയ വിപണിയിലും നല്ല മാർക്കറ്റാണ്. 7 ഫാക്ടറികളിലായി 2000-ഓളം തൊഴിലാളികളാണ് റബ്കോയ്ക്കുള്ളതെന്നും വിവിധ നൂതന പദ്ധതികളിലൂടെ പുതിയ ഉൽപ്പന്നങ്ങൾ രംഗത്തെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നും VN വാസവൻ അറിയിച്ചു. നവംബർ 29-ന് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി നടത്തുന്നതിൻ്റെ ഭാഗമായി ലഭിച്ച പരാതികളിൽ മറുപടി നൽകിയത് സംബന്ധിച്ച് അവലോകനം ചെയ്യുന്നതിന് ജില്ലാതല ഓഫീസർമാരുടെ യോഗം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12-ന് കലക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേരും. യോഗത്തിന് ജില്ലാ ഓഫീസർമാർ തന്നെ പങ്കെടുക്കണം. കാസർഗോഡ് JPHN ട്രെയിനിംഗ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കേറ്റ മാനസിക പീഡനങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് KSU രംഗത്ത്. 43 കുട്ടികൾ DMOക്ക് നൽകിയ പരാതിയിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ പ്രസിഡന്റ് BP പ്രദീപ് കുമാർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നമ്പ്യാർക്കാൽ അണക്കെട്ടിലെ സാധന സാമഗ്രികൾ ലേലം ചെയ്യുന്ന നടപടിക്കെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. നവംബർ 15, 16 തീയതികളിലായി പിലിക്കോട് നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ ശാസ്ത്രമേളക്കായി മീഡിയ സെന്റർ തുറന്നു. ഉദുമ ഏരിയ ടിപ്പർ ആൻഡ് എർത്ത് മൂവേഴ്സ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ 12 മുതൽ അനിശ്ചിതകാല സമരം. റബ്കോ പ്രതിസന്ധിയിലാണെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ചെയർമാൻ VN വാസവൻ. രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായ സംരംഭമാക്കി റബ്കോയെ മാറ്റുമെന്നും ചെയർമാൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.